ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചേതക്കിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ വണ്ടി സർവീസ് ആയിട്ടുണ്ട്. അപ്പോൾ സർവീസിന് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ കോഴിക്കോട് പവങ്ങാട് അവിടെയാട്ടോ സർവീസിന് കൊടുക്കണേ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ വണ്ടി 673 കിലോമീറ്റർ കേട്ടോ ഓടിയത്. അപ്പോൾ ഏകദേശം അവിടെ എത്തുമ്പോഴത്തേക്ക് 700 കിലോമീറ്റർ എത്തിട്ടോ. ഇതാട്ടോ വണ്ടീൻ്റെ കോലോ. അപ്പോൾ വണ്ടി കഴുകിയിട്ടൊന്നുമില്ല, എന്തായാലും സർവീസിന് കൊടുക്കാൻ പോവാണ്. സർവീസിൻ്റെ കിലോമീറ്റർ കാണിക്കുന്നത് പറഞ്ഞാൽ 76 കിലോമീറ്റർ തൊട്ടാണ് കാണിക്കണേ. അപ്പോൾ ഏകദേശം 700 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയാൽ നമുക്ക് വണ്ടി സർവീസ് ആവും കേട്ടോ. വീട്ടിൽ ഇറങ്ങാൻ നേരത്തെ മഴയും പെയ്തിട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ ഇട്ട് സെറ്റായി പോകാൻ കേട്ടോ. നമ്മൾ സർവീസിന് കൊണ്ടുപോകുന്ന ടൈമിൽ തന്നെ നമ്മളൊരു വാർണിംഗ് ലൈറ്റ് കത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ മനസ്സിലാവുന്നില്ല. സർവീസ് സെൻ്ററിൽ പോയിട്ട് എന്താ ചോദിച്ചു നോക്കാം. നമ്മളെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി ഇത്രയും നാളായിട്ട് കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. എത്ര 600-700 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് ഇതൊരു എനിക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടൊന്നുമില്ല. നമ്മളങ്ങനെ ചേതക്കിൻ്റെ സർവീസ് സെൻ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാവങ്ങാടുള്ള ഷോറൂമായിട്ടത്. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ സർവീസിന് കയറിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കാർഡ് വന്നിട്ടുണ്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് കിട്ടും. സ്കാനിങ് മാത്രം ആയതുകൊണ്ട് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം കിട്ടും കേട്ടോ. വണ്ടി അവിടെ സർവീസിന് വന്ന വണ്ടി കേട്ടോ. വണ്ടീൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ടോ. 354 രൂപയാണ് സർവീസ് ചാർജ് വാങ്ങിയിട്ടോ. അപ്പോൾ അതിൽ വാട്ടർ സർവീസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സ്കാനിങ് മാത്രമേ കേട്ടോ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സർവീസ് സെൻറ്റർ വരുന്നത് പറഞ്ഞാൽ നമ്മളെ പാവങ്ങാടാട്ടോ. പാവങ്ങാടാണ് സർവീസ് സെൻ്റർ, ചേതക്കിൻ്റെ സർവീസ് സെൻറ്റർ വന്നത് കേട്ടോ. ഇപ്പോൾ നടക്കാവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തു പറഞ്ഞാൽ പാവങ്ങാടുള്ള സർവീസ് സെൻ്ററിലാട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ വാട്ടർ സർവീസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെ ബജാജിൻ്റെ എന്താ പറയുക പൾസറും സീറ്റും എടുത്ത ടൈമിൽ അവിടുന്ന് വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇലക്ട്രിക്കിൻ്റെ എന്താ അറിയില്ല, സർവീസ് കാര്യങ്ങളൊന്നും ചെയ്ത് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സർവീസ് പറഞ്ഞാൽ ഏകദേശം ഒരു 4000-ലാട്ടോ തോന്നുന്നു. 4000-ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സർവീസ് 4000 കിലോമീറ്ററിലാണ് അടുത്ത സർവീസ് വരുന്നത്. ഇനി 3974 കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ അടുത്ത സർവീസ് ആവട്ടോ. ആ സർവീസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ബില്ല് വരുന്നത് 354 രൂപയാണ് നമുക്ക് സർവീസ് കോസ്റ്റ് വന്നത് കേട്ടോ. വണ്ടീൻ്റെ സർവീസ് കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറിന് ഇട്ടാട്ടോ നമുക്ക് വണ്ടി കിട്ടിയ. വണ്ടി കൊടുത്തിട്ട് നമുക്ക് കിട്ടിയ ടൈമാണ് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്താണ് നമുക്ക് സർവീസ് ചെയ്ത് തന്നത് കേട്ടോ. വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടീൻ്റെ സീറ്റിങ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ പറയുക, കുറച്ച് ഹാർഡായിട്ടാട്ടോ ഇരിക്കുമ്പോൾ. കുറച്ച് ലോങ്ങൊക്കെ റൈഡ് ചെയ്യുമ്പോൾ, ലോങ് റൈഡ് ആണല്ലോ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്ന ടൈമിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നല്ല ഒരു ചെറിയൊരു വേദന ഉണ്ട്. കുറച്ച് ഹാർഡാട്ടോ, നല്ല ഹാർഡാണ് വരുന്നത്. പോരായ്മ അറിയുന്നത് സ്റ്റാൻഡാട്ടോ. സ്റ്റാൻഡ് നമ്മളെ എന്താ ചെറിയ റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഇത് നല്ലോണം തട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കാൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്താണ്, നല്ല സുഖത്ത് കൊണ്ടുനടക്കാം കേട്ടോ വണ്ടി. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ വണ്ടി കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. ബായ്.